ശ്രീ പ്രശാന്ത് ആര്യ, ഇവിടെ ഈ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൻ്റെ 6ാം ഖണ്ഡികയിൽ 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്നും മൂലധന ചെലവുണ്ടാകുന്ന തീരുമാനങ്ങൾ ബോർഡ് എടുക്കരുത് എന്നതുമായിരുന്നു ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമത്തത്, ഈ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇനി ബോർഡ് പ്രവർത്തിക്കേണ്ടത് എന്നായിരുന്നു. ഇതിലെ രണ്ടാമത്തെ നിർദ്ദേശമാണ് സുപ്രീം കോടതി നീക്കിയിരിക്കുന്നത്. അപ്പോൾ ജോയിന്റ് സെക്രട്ടറി വെറുമൊരു അംഗമായി തുടരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. താങ്കൾ ഈ വഖഫ് ബോർഡ് മരവിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച നിയമവിദഗ്ധൻ ഇതേക്കുറിച്ച് കാര്യമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരല്പം വൈകിയാണ് ഞാൻ ഇതിൽ ചേരുന്നത്, ഈ ചർച്ചയിൽ ചേരുന്നത്. നോക്കൂ, ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നമുക്ക് കാണാം. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ച അദ്ദേഹത്തിൻ്റെ ഹർജിക്ക് ഇവിടെ ഒരു വിജയമുണ്ടായി. അത് സുപ്രീം കോടതിയിലും അതിനൊരു അംഗീകാരമുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഷോൺ ജോർജ് മാത്രമല്ല, വേറെ മറ്റ് 3 പേര് കൂടി ഹർജിക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ സ്റ്റാലിൻ ദേവൻ എന്നൊരാൾ, അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ തന്നെ അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിട്ട് വിരമിച്ച ആളാണ്. അദ്ദേഹം ഒരു ഹർജി, അദ്ദേഹത്തിൻ്റെയും ഒരു പരാതി ഇതിനകത്തുണ്ട്. അതും കോടതി പരിഗണിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൻ്റെ കൂടുതൽ ആ വിധി വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ഏതാണ്ടൊരു 2.5 മണിക്ക് ശേഷമാണ് എനിക്കത് കിട്ടിയത് എൻ്റെ കൈവശം. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അത് ഷോൺ ജോർജിന് നേട്ടമാണ്. മറ്റു 3 പേര് അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഉദ്ദേശിച്ച് കൊടുത്തവരല്ല. നീതി പുലരണം എന്ന ആഗ്രഹത്തോടു കൂടി ഇതിനെ സമീപിച്ചവരുണ്ട്. അപ്പോൾ എന്തായാലും രാഷ്ട്രീയമായിട്ട് ഷോൺ ജോർജിന് അതൊരു നേട്ടമാണ്. അതും അവിടെ നിൽക്കട്ടെ. നിയമപരമായിട്ട് നോക്കിയാൽ ഈ ഹൈക്കോടതി ഈ പറഞ്ഞതുപോലെ ജോയിൻറ്റ് സെക്രട്ടറിയെ അവിടെ, അതായത് ജോയിൻറ്റ് സെക്രട്ടറി വഖഫ് ബോർഡിൽ ഒരു അംഗം കൂടിയാണ്, അദ്ദേഹത്തെ ഇതിൻ്റെ ഭരണ ചുമതല ഏൽപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ സുപ്രീം കോടതി, അതൊരു ഇടക്കാല ഉത്തരവാണ് എങ്കിൽ കൂടി അതിലൊരു ശരിയല്ല എന്ന് തോന്നിയിട്ട് ആ കാര്യത്തെ മാത്രം സുപ്രീം കോടതി നീക്കം ചെയ്തിരിക്കുന്നു. ശരിയായ ഒരു വിധിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചു കഴിഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കോടതികൾ കൃത്യമായിട്ടും കാര്യങ്ങൾ എല്ലാ ഭാഗവും കേട്ടിട്ടാണ് വിധി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിധിയിൽ ഒരു ആശ്വാസം കണ്ടെത്താം. അതൊരു ശരിയായ വിധിയാണ്. ഇനിയിപ്പോൾ നാളെ വീണ്ടും ഞാൻ മനസ്സിലാക്കുന്നത്, നാളെയല്ലേ ഹൈക്കോടതി പരിഗണിക്കുന്നത്? അതെ, നാളെ ഹൈക്കോടതി ഇത് പരിഗണിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഹർജിക്കാർക്കെല്ലാം നോട്ടീസ് ചെല്ലും, വിശദമായ വാദം കേൾക്കും. വാദം കേട്ടതിന് ശേഷമേ അതിൽ തീരുമാനം വരുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ 2 അംഗങ്ങളെ, അതായത് ഷോൺ ജോർജിൻ്റെ ആവശ്യം അതാണല്ലോ, പിന്നെ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കണം, ബോർഡിലേക്ക് നിയോഗിക്കണം എന്നുള്ളതാണ്. അത് കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യണം. അത് ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഷോൺ ജോർജിൻ്റെ ആവശ്യം എന്ന് ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നു. അത് ഇനിയിപ്പോൾ വളരെ വൈകാതെ തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിയമ നടപടികളാണ് ഇതൊക്കെ, എത്ര വേണമെങ്കിലും നീണ്ടു പോകാം. ഇതിന് ഈ പറയുന്നത് പോലെ ഹൈക്കോടതിയിൽ എന്തെങ്കിലും ഇതുണ്ടാകുമ്പോൾ അതിനൊരു തടസ്സ ഹർജിയുമായിട്ട് ആരെങ്കിലും, ഈ വഖഫ് ബോർഡ് തന്നെ ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ വളരെ കൃത്യമായ ഒരു നീതി നിർവഹണം ഇവിടെ നടന്നിരിക്കുന്നു. സുപ്രീം കോടതി ഏറ്റവും നല്ല ഒരു വിധി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോടും പക്ഷം ചേരാതെ, എന്നാൽ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.